ഹായ് ഫ്രണ്ട്സ്, സബ്ന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ്. അതായത് ഈ ജനുവരി മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് ജനുവരി മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഡിസംബർ മാസം 31-ാം തീയതി OTT റിലീസ് ചെയ്യുന്ന സിനിമകളുണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. പ്രഭയായി നിലച്ചതല്ല എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവർക്ക് പ്രധാന വേഷം കൈകാച്ച 18+ മൂവിയാണ്. ജനുവരി മാസം 3-ാം തീയതി ഈ ഒരു സിനിമ Disney+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് മലയാളത്തിലുള്ള ഒരു ത്രില്ലർ മൂവിയായിരുന്നു അയാം കാതൽ എന്ന് പറഞ്ഞ സിനിമ. നെസ്ലം പ്രധാന വേഷം കൈകാച്ച സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി മാസം 3-ാം തീയതി മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമിലും ഈ ഒരു സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്യാവുന്ന അതേസമയം തന്നെ മനോരമ മാക്സിൽ റിലീസ് ചെയ്യുന്നതായിരിക്കുന്നതാണ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്തത് പാതാൾ ലോക് എന്ന് പറഞ്ഞ ഒരു സീരീസാണ്. ഇതിൻ്റെ സീരീസിൻ്റെ 2ാമത്തെ സീസണാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ഫസ്റ്റ് സീസൺ വൻ വിജയമായി മാറിയ സീരീസ് ആയിരുന്നു പാതാൾ ലോക് എന്ന ഈ ഒരു സീരീസ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജനുവരി മാസം 17-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ആഹാ തമിഴ് വഴി ഇന്ന് റിലീസ് ചെയ്ത തമിഴ് മൂവിയാണ് ജോളിയാവും ജിങ്കാന എന്ന സിനിമ. പ്രഭുദേവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആഹാ തമിഴ് വഴി തമിഴ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മുടെ ബേസിൽ ജോസഫ്, നസ്രിയ നസീം എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്യുക സൂക്ഷ്മദർശി എന്ന ത്രില്ലർ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. C5 ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി മാസം പകുതിയോടുകൂടി ഈ സിനിമ C5-ൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്ഡേറ്റുകൾ, ഒഫീഷ്യൽ അപ്ഡേറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ പുറത്തു വരുന്നതാണ്. അടുത്ത നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്ത ബാറോസ് എന്ന് പറഞ്ഞ സിനിമയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് Disney+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ സിനിമയിൽ എഴുതി കാണിക്കേണ്ടത് OTT റൈറ്റ്സ് ആരെന്നുള്ളത്. സാറ്റർഡേ റൈറ്റ്സ് ഏഷ്യാനെറ്റും ആണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ജനുവരി മാസം ലാസ്റ്റ് തന്നെ OTT റിലീസ് ഉണ്ടാവുന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ഈ അടുത്ത് വന്ന സിനിമകളൊക്കെ, ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ജനുവരി മാസം അവസാനത്തോടു കൂടി ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് Disney+ ഹോട്ട്സ്റ്റാർ വഴി. ഓക്കെ, അപ്പോൾ അടുത്തത് സിജു വിൽസൺ പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പഞ്ചവത്സര പദ്ധതി എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ട് കഴിഞ്ഞു ഓൾറെഡി. ഡിസംബർ മാസം 31, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പുഷ്പ 2 എന്ന സിനിമയാണ്. തിയേറ്ററിൽ ഒരു വൻ വിജയം നേടി 2000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് പുഷ്പ 2 എന്ന സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി മാസം അവസാനത്തോടു കൂടി, അതായത് ജനുവരി മാസം 30-ാം തീയതി തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലായിട്ട് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിൽ ഹിന്ദി ഭാഷയും വരുന്നുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപർണ ബാലമുരളി, രാജ്വി ഷെട്ടി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു രുധിരം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളാണ്, ഒഫീഷ്യൽ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ജനുവരിയിൽ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ആമസോൺ പ്രൈമിൽ ജനുവരി മാസത്തിൽ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ സിനിമകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും